ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 2011 പുറത്തിറങ്ങിയ ഷെയിം എന്ന ചിത്രമാണിത്. കേരി മുള്ളിഗൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. ബ്രാൻഡൻ എന്നു പേരുള്ള ഒരു കളിവീരൻ്റെ കഥ പറയുന്ന ചിത്രമാണിത്. ബ്രാൻഡന് കളിയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു അടിപൊളി പെണ്ണിനെ വളയ്ക്കുന്ന ബ്രാൻഡനെയാണ് കാണിക്കുന്നത്. ബ്രാൻഡൻ്റെ ആ വളയ്ക്കലിൽ വീഴാത്ത പെണ്ണുങ്ങളാരും അന്ന് ആ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ നല്ല രീതിയിൽ പരിപാടികളുമായി ബ്രാൻഡൻ നല്ല രീതിയിൽ കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തൻ്റെ സഹോദരിയായ സിസി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുവാനായി വരുന്നു. അപാര സുന്ദരിയായിരുന്നു സിസി. അവളുടെ വരവ് അവൻ്റെ ദിനചര്യ തെറ്റിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ഒറ്റ സഹോദരി ആയതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയുവാൻ അവന് സാധിച്ചതുമില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് ബ്രാൻഡൻ പോകുന്നു. ഒരു കളിവീരൻ്റെ അടുക്കലോട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി, അതും തൻ്റെ ബ്ലഡ് റിലേഷനിൽ ഉള്ള ഒരു പെൺകുട്ടി വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ചിത്രം തുറന്നു കാട്ടുന്നത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല അടിപൊളി പെണ്ണുങ്ങളും ബ്രാൻഡനുമായി നടത്തുന്ന പരിപാടികൾ പൂർണ്ണ പ്രദർശനത്തോടുകൂടി യാതൊരു മറയുമില്ലാതെ തന്നെ അവർ ഈ ചിത്രത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കേണ്ട രംഗങ്ങളാണിത്. ഇത്തരം കാഴ്ചകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഈ ചിത്രം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന് തീർച്ച. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട സീൻ, സിസി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിവീരനായ ബ്രാൻഡൻ അങ്ങോട്ട് കയറി ചെല്ലുന്നതാണ്. സിസിയുടെ പൂർണ്ണ പ്രദർശനം തന്നെ നമുക്ക് ഈ സീനിലൂടെ കാണുവാൻ സാധിക്കും. മറ്റൊരു സീൻ ഫ്ലാറ്റിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഫ്ലാറ്റിൻ്റെ താഴത്ത് നടക്കുന്നവർക്കെല്ലാം കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി തരത്തിലാണ് അവർ ആ രംഗം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു കാഴ്ച വിരുന്ന് ഈ ചിത്രം ഒരുക്കുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. രണ്ടാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് 1982 റിലീസായ ഫീമെയിൽ ടീച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റുഡൻസ് എന്ന ചിത്രത്തിനെയാണ്. ഇതൊരു ജാപ്പനീസ് പടമാണ്. റുഷിയ സാൻഡാവോ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയായ ഒരു ടീച്ചറായിരുന്നു റൈക്യു. ക്ലാസ്സിലുള്ള പല വിദ്യാർത്ഥികളും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാത്രിയിൽ കൈപ്പണി ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടെന്നീസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ പോയി കുളിക്കുവാൻ നേരത്ത് അവളെ ആരെയോ പീഡിപ്പിക്കുന്നു. മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ എതിർപ്പ് അവൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവൾ ആ സുഖത്തിലോട്ട് രമിച്ചു. തന്നെ പീഡിപ്പിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് ലഭിച്ച ഒരേയൊരു ക്ലൂ
ജിക്സോ പസിലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. ആ പസിലും വെച്ചുകൊണ്ട് അവൾ പല പല കടകളും കയറി ഇറങ്ങി. പക്ഷേ ആ തുമ്പ് വെച്ച് മാത്രം അവൾക്കൊന്നും ലഭിക്കുകയില്ലെന്ന് കടക്കാരൻ പറയുന്നു. അതീവ സുന്ദരിയും മേനി അഴകുമുള്ള റൈക്കോവിനെ അവിടെയുള്ള വിദ്യാർത്ഥികളും പല ഫാക്കൽറ്റികളും നോട്ടമിട്ടിരുന്നു. അതിനാൽ അത് ആരാണ് ചെയ്തതെന്ന് റൈക്കോവിന് മനസ്സിലായില്ല. അതിനിടയിൽ റൈക്കോവിന് ഒരു കോൾ വരുന്നു. തന്നെ കുളിമുറിയിലിട്ട് പിടിപ്പിച്ച വിദ്വാനായിരുന്നു അത്. അന്നത്തെ കളി പൊളിയായിരുന്നുവെന്നും തനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ പൊളിക്കുമെന്നും അവൻ പറയുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ക്ലാസ്സിലെ ഒരു വികൃതി പയ്യനായ തകാശിയാണോ എന്ന് അവൾ സംശയിക്കുന്നു. അവളുടെ സംശയം മാറുവാനായി അവൾ തകാശിയുടെ കൂട്ടുകാരിയായ കുമിയുടെ സഹായം തേടുന്നു. കുമി അവളെ സഹായിക്കാമെന്നും അതിനുള്ള ഒരു സാഹചര്യം അവൾ ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ റൈക്കോ ടെന്നീസ് കളി കഴിഞ്ഞ് ഫാക്കൽറ്റി റൂമിൽ കുളിക്കുവാൻ പോകുന്നു. ഇത്തവണ അവൾ ഡോറെല്ലാം നന്നായിട്ട് പൂട്ടിയിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നതായി തോന്നി. അവൾ ചോദിച്ചു ആരാണെന്ന്. പുറത്തുനിന്ന് കുമിയാണെന്ന് മറുപടി പറയുന്നു. ഗേൾസ് റോക്കേഴ്സ് റൂമിൽ ഭയങ്കര തിരക്കാണെന്നും അതിനാൽ തനിക്കിവിടെ കുളിക്കാൻ അനുവദിക്കണമെന്നും അവൾ പറയുന്നു. റൈക്കോ അതിന് സമ്മതിക്കുന്നു. കുളിക്കുന്നതിനിടയിൽ റൈക്കോയുടെ ആകാരഭംഗി കണ്ട് കുമി ആസ്വദിക്കാൻ തുടങ്ങുന്നു. കൺട്രോൾ പോകുന്ന കുമി റൈക്കോയുടെ ശരീരഭാഗങ്ങൾ പിടിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ മതിമറന്നു പോകുന്ന റൈക്കോ പിന്നീട് സ്ഥിരകാല ബോധം വീണ്ടെടുത്ത് അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം കുമി എന്ന ആ കാന്താരി റൈക്കോവിനെ ഒരു വീട്ടിലോട്ട് വിളിക്കുന്നു. തക്കേഷി അവിടെയുണ്ടെന്നും റൈക്കോയുടെ സംശയമെല്ലാം അവിടെ വെച്ച് തീർക്കാമെന്നും പറയുന്നു. ഒന്നും അറിയാത്ത റൈക്കോ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ റൈക്കോ അവിടെ പോവുകയും ചെയ്യുന്നു. അവിടെ റൈക്കോവിന് നേരിടേണ്ടി വരുന്ന കൊടിയ പീഡനമായിരുന്നു. തകാശിയുടെ കൂട്ടുകാരും കുമിയും ചേർന്ന് റൈക്കോവിനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു കളി തന്നെ നടത്തിയ ആളെ തപ്പി പോകുന്ന റൈക്കോവിന് കിട്ടുന്ന കളികളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇതൊന്നും കൊണ്ട് ഇത് ഇവിടെ നിൽക്കുന്നില്ല. റൈക്കോയ്ക്ക് പിന്നീടും ചില കളികൾ കിട്ടുന്നു. അതെല്ലാം നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതിനോട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിനിമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനുള്ള വകുപ്പ് ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 2002 പുറത്തിറങ്ങിയ കില്ലിംഗ് മീ സോഫ്റ്റ്ലി എന്ന ചിത്രമാണിത്. ഹീദർ ഗ്രഹാം കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. നടിയുടെ പൂർണ്ണ പ്രദർശനം തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട്. ഒരു അടിപൊളി മാരക ലുക്കിലാണ് ഹീദർ ഗ്രഹാം ഈ ചിത്രത്തിൽ വരുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് ലുക്ക്. ആ ലുക്കിൽ വീഴാത്ത ആരും തന്നെ ഈ കൂട്ടത്തിലുണ്ടാവുകയില്ല. പിന്നെ ഒരു മറയുമില്ലാതെ അവളുടെ പൂർണ്ണ പ്രദർശനം കൂടിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, അത്തരം അടിപൊളി കാഴ്ചകളാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ആലീസ് എന്നൊരു സുന്ദരിയുടെ കഥാപാത്രത്തിനെയാണ് ഹീദർ ഗ്രഹാം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ലണ്ടനിലെ ഒരു വെബ്സൈറ്റ് ഡിസൈനറായിരുന്നു ആലീസ്. വളരെയധികം സന്തോഷപൂർവമായിരുന്നു അവളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ അവൾ ഒരു സുന്ദരനായ ഒരു പയ്യനെ കണ്ടുമുട്ടുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി കാഴ്ചകൾ ഈ രംഗത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കഴുത്തിൽ ഷാള് കെട്ടിയിട്ട് അവർ നടത്തുന്ന ചില പരിപാടികളാണ്. ആ രംഗത്തിൽ യാതൊരു മറയുമില്ലാതെ തന്നെ അവർ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അടുത്ത ഒരു അഡാർ ഐറ്റം പറയേണ്ടത് മല കയറാൻ പോകുമ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന ചില പരിപാടികളാണ്. ആ രംഗത്തിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒന്നല്ല നിരവധി രംഗങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയെല്ലാം നടന്നതിന് ശേഷമാണ് അവൾ അറിയുന്നത് ആ പയ്യൻ പ്രശസ്തനായ മലകയറ്റക്കാരനായ ആദം ആണെന്ന്. അങ്ങനെ അവർക്കിടയിൽ പ്രണയം പൂവിടുകയും നല്ല രീതിയിൽ തന്നെ പരിപാടികളും നടന്നു പോന്നു. അവരുടെ ആ ജീവിതത്തിലോട്ട് ഡിബോറ എന്നു പേരുള്ള ഒരാൾ കടന്നു വരുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം തുറന്നു കാട്ടുന്നത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം അടാറ് പൊളിക്കാഴ്ചകളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. ഈ ചിത്രം
കണ്ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഹീദർ ഗ്രഹാമിൻ്റെ ആരാധകൻ ആയി മാറുമെന്ന് തീർച്ച. ഒരു മിസ്റ്ററി റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒട്ടനവധി രംഗങ്ങൾ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ ചിത്രം മിസ് ചെയ്താലും ഈ ചിത്രം ഉറപ്പായും മിസ് ചെയ്യാതെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നാലാമത് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് പടത്തിനെയാണ്. 1981 പുറത്തിറങ്ങിയ പൊസഷൻ എന്ന ചിത്രമാണത്. ഇസബെല്ല അഡ്ജാനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. എല്ലാം നല്ല അടിപൊളി രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അന്ന എന്നൊരു കഥാപാത്രത്തിനെയാണ് ഇസബെല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയാണ് ആന. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു ഹൊറർ ജനറിലാണ് ഈ ചിത്രം പോകുന്നതെങ്കിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കാനുള്ള നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുവാൻ അവർ മറന്നിട്ടില്ല. മാർക്ക് എന്ന പേരുള്ള ഒരാൾ തൻ്റെ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യയായ അന്ന അയാളോട് വല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. ഒരു ഹൊറർ തീമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. എങ്കിലും ആവേശകരമായ രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു R-rated ചിത്രമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഒരു ഹൊറർ തീമിലുള്ള കളിപ്പടം തപ്പി നടക്കുന്നവർ തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ ചിത്രത്തിനെയാണ്. 1973 പുറത്തിറങ്ങിയ ദ ഹോളി മൗണ്ടൻ എന്ന ചിത്രമാണിത്. കാറിൽ വെച്ച് നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി പറയുവാൻ ആരും തന്നെയില്ല. വലേറി ജബ്രഡോസ്കി, റീഡ് ബ്രീസ്, അഡ്രിയാന പേജ്, ജേൻ മിച്ചൽ, ഗ്വാഡ്രാറൂപ്പി പിള്ളഡേഴ്സ് എന്ന് പേരുള്ള നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം മാസ്മരിക രംഗങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ ചിത്രത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. കാരണം അത്തരം രംഗങ്ങളാണ് ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതും വർണ്ണനകൾക്കും അപ്പുറമാണ്. ചിലതൊക്കെ ചില മെഷീനുമായിട്ടുള്ള എന്തോ പരിപാടികളാണ്. അതൊന്നും വാ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. ഈ ചിത്രത്തിലെ കഥയും കുറച്ച് വേറെ ലെവൽ കഥയാണ്. അതും ഒന്നും പറഞ്ഞൊപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത്തിരി സൈക്കോളജിക്കൽ പരമായും കുറച്ച് ആസ്ട്രോളജിക്കൽ പരമായും പോകുന്ന ഒരു കഥയാണ്. എല്ലാം ഒരു പുതിയ വർണ്ണനകൾക്ക് തന്നെ വേണ്ടി വരും. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ ആസ്വദിക്കൂ. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു കിളി പറത്തുന്ന പടമാണ്. ആരുടെയെങ്കിലും കിളി പറത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചിത്രം ഉറപ്പായും കാണൂ. മാത്രമല്ല അനവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വർണ്ണനകൾക്കും അതീതമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ഈ ചിത്രം കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.